അപ്പോൾ അങ്ങനെ നമ്മൾ കർക്കിടകം ആയിട്ടോ. ഒന്ന് കർക്കിടകം 1 അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ട്, എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ ഒരു ഭക്തിഗാനം കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഫസ്റ്റ് ഞാൻ എണീറ്റ ഉടനെ, അതിനിപ്പോൾ ഇല്ലെങ്കിലും ശിവൻ്റെ ഒരു പാട്ടുണ്ട്, മഹാദേവ മനോഹര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആ ഒരു പാട്ട് കേൾക്കും ഞാൻ ഫസ്റ്റ് എണീറ്റ് കഴിഞ്ഞാൽ. അവർ കേട്ട വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട്, കടിയായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം മുറ്റടിക്കാൻ നിന്നു, കാരണം നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ തന്നെ വേഗം മുറ്റടിക്കട്ടെന്ന് വെച്ച് മുറ്റടിക്കാൻ നിന്നു. ഈ പുളിൻ്റെ ഇല ഉണ്ട്, പിന്നെ അതുപോലെ അത് ചാടി കഴിഞ്ഞ് തീരടിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ ഈ ഒരു കൊന്ത്രങ്കല്ല് നിറഞ്ഞ മുറ്റാണ്, അടിക്കാൻ തന്നെ വീണ്. അപ്പോൾ പിന്നെ വേഗം മഴ പെയ്ത പിന്നെ തീരടിക്കാൻ കഴിയുന്നത് ഞാൻ വേഗം മുറ്റടിച്ചു വരി. പിന്നെ ഞാൻ അടുത്ത പണി നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മളെ അട ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ ശർക്കരയും തേങ്ങയും കൂടെ ഒരു പാത്രത്തിലിട്ട് ഇനി നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതും രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അടയാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു കടിയാണ് എന്നാൽ പിന്നെ അത് ഉണ്ടാക്കിയത് മുഴുവൻ ഞാൻ തന്നെയുണ്ട് കഴിച്ചത്. എന്താ വെച്ചാൽ എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ മക്കൾക്ക് വലിയ ഇഷ്ടമല്ല, മോക്കൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ അവൾ രാവിലെ കഴിക്കൂല, സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അതൊക്കെ ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കൂല, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം ഒരു എളുപ്പക്കടി എന്നുള്ള രീതിയിലും പിന്നെ കർക്കിടകം 1 എന്ന് വെച്ചിട്ട് ഞാനൊരു മധുരം ഉണ്ടാക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ മധുരക്കടി ഉണ്ടാക്കിയതാണ് കേട്ടോ അട. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു മാസമാണ് കേട്ടോ. ഈ മഴയും കാര്യങ്ങളൊന്നും ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും പണി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു വറുതിയുടെ കാലം കൂടെയാണ് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ. എനിക്ക് പറഞ്ഞാൽ വിഷമമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ ഈ ഒരു ടൈമിലാണ് മരിച്ചത്. അപ്പോൾ ആ ഒരു വിഷമം നല്ലോണം ഉണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു വേർപാട് ഉള്ളൊരു മാസം കൂടിയാണ് ഇത്. അപ്പോൾ എന്തായാലും ഒരിക്കലും എന്തായാലും മരിക്കേണ്ടത് തന്നെയല്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ കാര്യത്തിലേക്ക് വരാം. പിന്നെ നമ്മളെ അട വാഴൻ്റെ ഇലയൊക്കെ വെട്ടി കാണാൻ തന്നെ നല്ല ഭംഗിയാണില്ലേ, വാഴൻ്റെ ഇലയൊക്കെ വെട്ടി പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ബോളാക്കി ഇങ്ങനെ വെച്ച് ഒക്കെ സെറ്റാക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. അവിടെ നിന്നൊക്കെ കരുതി വെച്ച് നോക്കുമ്പോൾ അപ്പം തന്നെ തേച്ചിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. മറ്റേത് 10 മണിയായാലും 9 മണിയായാലും നീക്കാത്ത ആളാണ്. ഇന്നതാ നേരത്തെ 6-6:30 ആകുമ്പോൾ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉണ്ടാക്കാൻ സമ്മതിക്കൂല, കണ്ടോ ക്യാമറേൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോടുന്ന്, എൻ്റെ മൂട് മാത്രമേ ഉള്ളൂ കാണുന്നത്, ഇറങ്ങിപ്പോ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണില്ല, ഓനെ ചീത്ത അറിയാണ്. അപ്പം പോകൂല ഞാനും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനോന് ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് താഴെ സ്റ്റൂളിൽ വെച്ച് കൊടുത്തു, നീ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പിന്നെ കയ്യുമ്മലായപ്പോൾ ഓനാകെ എന്തൊക്കെയോ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ വേഗം കൊണ്ടുപോയി കഴുകണമൊക്കെ ഉണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഓനും അതുപോലെ അവൻ്റെ ചേച്ചിയും കൂടെ അവനികയും കൂടെ അങ്ങനെ എന്തൊക്കെ തരികിട കാട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വേഗം പരിപാടിയിലേക്ക് കടന്നു. ഇത് വേഗം പാത്രത്തിലിട്ടിട്ടില്ലെങ്കിൽ ഓൻ വന്ന് മേയും. അപ്പോൾ പിന്നെ അതാകെ താറുമാറാവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് പരത്തി അതിൽ ഫില്ലിങ്ങൊക്കെ നിറച്ച് വേഗം ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വേഗം കട്ടിപിടി കൂട്ടി ഉണ്ടാക്കിയതാണ്. കാരണം ഓൻ ഏത് നിമിഷം വന്ന് കച്ചറാവും. അപ്പോൾ പിന്നെ ഷേപ്പിനും കാര്യത്തിനൊന്നും നിന്നില്ല. പിന്നെ എങ്ങനെ പരത്തിയാലും തിന്നാൻ ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും നോക്കണ്ട, ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ അറിയും പോലെയാണ്. അപ്പോൾ അങ്ങനെ ചട്ടി നമ്മളെ ഇഡലിത്തട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിക്കണം. അപ്പം ഞാൻ എല്ലാതും കൂടെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് ചെറിയ പാത്രമാണ്. പിന്നെ അങ്ങനെ എല്ലാതും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിറയ്ക്കുന്നുണ്ട്, കുത്തി നിറയ്ക്കാനുണ്ട്. അല്ല പിന്നെ അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഇത് വയ്ക്കാനായിട്ട് വലിയ പാത്രമൊക്കെ മേടിക്കണം. കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മേടിക്കണം. പെണ്ണുങ്ങളല്ലേ ആൾക്കാർ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ അതൊക്കെ വേണ്ടി വരും. പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുമ്പോൾ അതൊക്കെ മേടിക്കണം. ഓരോ സെറ്റപ്പ് സാധനങ്ങളൊക്കെ മേടിക്കണം. കുന്നോളം ആഗ്രഹിക്കുക, കുന്നിക്കുരോളം കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും. അങ്ങനെ എൻ്റെ അടയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കണം അട. ഈ അടയും ഒരു കട്ടൻ ചായ മതി കേട്ടോ. മോർണിംഗ് ഒന്ന് ഫ്രഷ് ആവാൻ ഇതെന്നെ ധാരാളം. അപ്പോൾ ഇങ്ങനത്തെ ഫുഡിനൊന്നും നോക്കൂല നമ്മളീ പൊറാട്ടയും കാര്യങ്ങളൊന്നും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മായമല്ലാത്ത നല്ല കടികളും കാര്യങ്ങളല്ലേ.
അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പൊറാട്ടയും അതുപോലെ അങ്ങനത്തെ കുറേ ഐറ്റംസ് സാധനങ്ങളാവും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പറ്റും. ഇതൊന്നും കുട്ടികൾക്ക് അറിയാനുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ അടിക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ ചായ അടിച്ചോ? അപ്പോൾ ഞങ്ങൾ കർക്കിടകം 1-ാം തീയതി ഇങ്ങനെ നല്ല ഫ്രഷ് ചായയും ഈ ഒരു ഫ്രഷ്നെസ് എല്ലാ വർഷവും ഉണ്ടാവണം കേട്ടോ. ഈ ഒരു മാസമോ ഈ ഒരു ദിവസമോ നിൽക്കേണ്ടതല്ല. നമുക്കെല്ലാവർക്കും നല്ല ഒരു മാസവും നല്ലൊരു വർഷവും ആവട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ചായ അടിക്കട്ടെ. ഞാനും തേജുട്ടനും അങ്ങനെ ചായ അടിക്കുകയാണ്. ചേച്ചി ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓള് പോവാനായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റയും കാര്യങ്ങളൊക്കെ തന്ന് ചേച്ചി ഇങ്ങനെ പോവുകയാണ്. ഇനി 4 മണിക്ക് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും അവൾ പോയി. അപ്പം തേജുട്ടനും അതുപോലെ എല്ലാവരും പോയി. എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഔഷധ ഇലകളൊക്കെ വെച്ചിട്ട് ഒരു കഞ്ഞി. അപ്പം ഞാൻ ഇലയും കാര്യങ്ങളൊക്കെ അവിടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പച്ചിലയും കാര്യങ്ങളൊക്കെ അരച്ച് വെച്ച് പിന്നെ അതുപോലെ ചോറും കുറച്ച് അരി ഉലുവയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെന്ത് കഴിഞ്ഞ ആ ഒരു അരിക്ക് നമ്മൾ ഈ പച്ചില അരച്ചത് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലപോലെ അതൊക്കെ ഒന്ന് ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് ഇനി അതൊന്നും കൂടെ ആ ഒരു ഇതിൽ കിടന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എല്ലാം ആ പച്ചിലേൻ്റെ ആ ഒരു നീരും ഒക്കെ പാടെ കൂട്ടി മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇങ്ങനത്തെ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ ഓരോ ഔഷധ നിറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നല്ല നമ്മുടെ ആരോഗ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു എന്ത് തിന്നാലും ഫലിക്കുന്ന ഒരു മാസമാണ് നമ്മൾ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ. പൊതുവെ ആളുകൾക്ക് സാധാരണ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും പണിയും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അധികം ഉണ്ടാവുക ഈ ഒരു കറുമൂസ, ചേമ്പുന്തണ്ട്, താള്. അങ്ങനെ നമ്മളെ കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചിട്ട് തേങ്ങയിൽ കുറച്ച് ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ട് അരച്ച് പലയിടത്തും പല രീതിയിലാവും ഉണ്ടാക്കുക. ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇനി തേങ്ങയും അതുപോലെ ചോറും കൂടെ ഒന്നും കൂടെ ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാം. ഈ കഞ്ഞി ഉണ്ടാക്കാൻ വല്ല നേരവും കാലം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാനെന്തായാലും മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഓല നേരം കാലത്തിനെ നമ്മളെ പണി നടക്കുകയുള്ളൂ. മക്കളുള്ള അമ്മമാരുടെ അവസ്ഥയൊക്കെ അങ്ങനെ തന്നെ ആവും. നമ്മളെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റൂല. ഞാനെന്തായാലും 10 മണിക്ക് ശേഷമാണ് ഉണ്ടാക്കിയത്. ഒരു 12 മണിക്കൊക്കെ കഞ്ഞി കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇന്നിപ്പോൾ കഞ്ഞിക്ക് പപ്പടവും അതുപോലെ രാവിലെ കുറച്ച് കടല അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഇറച്ചി മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കടലയും പപ്പടവും ഉണക്കമുളകൊക്കെയാണ് കഞ്ഞിക്ക്. അപ്പം ഇനി കുറച്ചൊരു 10 ദിവസമെങ്കിലും ഇറച്ചി മീനും ഒഴിവാക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്രയും ദിവസം കൊണ്ടുപോകണം. തേജുട്ടനൊക്കെ നിൽക്കാവോ. കഞ്ഞി നമ്മൾ വിചാരിച്ച പോലല്ല കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും മീൻസ് കർക്കിടക മാസം കഴിയുന്നത് വരെ എങ്കിലും ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അതിനൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. അപ്പം അങ്ങനെ വൈകിട്ട് ആയി. പിന്നെ വിളക്ക് വയ്ക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ ഭക്തിഗാനങ്ങൾ കേൾക്കണം. അപ്പോൾ ഞാൻ ഭക്തിഗാനങ്ങൾ കേൾക്കുന്ന എൻ്റെ ഫേവറേറ്റ് ചാനലാണിപ്പോൾ കൃഷ്ണഗീതി എന്നുള്ള ചാനൽ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എൻ്റെ സിന്ധു ചേച്ചീൻ്റെ ചാനലാണിട്ടത്. എൻ്റെ സിന്ധു ചേച്ചി എന്ന് പറയണമെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പിൽ വന്ന അധികം ആൾക്കാരും ഞങ്ങൾ നല്ലൊരു ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഭക്തിഗാനങ്ങളൊക്കെ ഈ ടൈമിൽ കേൾക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യവും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ അതുപോലെ ഞങ്ങൾ ആ ചാനലിൻ്റെ ആ ഗ്രൂപ്പില്ലേ, ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ആ ഫേവറേറ്റ് ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ, അപ്പോൾ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. യൂട്യൂബ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിൽ പുറമേന്ന് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ നൂലാമാലകളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ബുക്ക് പൊതിയാണ് കേട്ടോ മോളത്. ഇതെന്ന് വെച്ചാൽ ഓളെ സിലബസിലുള്ളതല്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ഇപ്പോൾ ഓരോ ഇതുണ്ടാവില്ലേ, സ്കൗട്ട് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. ബുൾബുൾ പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ബുക്കാണ് കേട്ടോ. അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചേർന്നിട്ടുണ്ട് ആൾ. അപ്പോൾ അതിൻ്റെ ബുക്ക് പൊതിയാണ്. ഓളെ ക്ലാസ് 2ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളുള്ളൂ കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൽ ഒരാൾ ഇവളാണ്, അവനിക. അപ്പോൾ അത്യാവശ്യം നല്ലോണം എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളെ മതി എന്ന് പറഞ്ഞു. ഞാൻ അവളെ പൊക്കി പറയല്ല, അത്യാവശ്യം നല്ലോണം പഠിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ ആൾക്ക് കുറച്ച് ബാക്കോട്ട്. പഠിക്കുന്ന കാര്യത്തിലും പാടുന്ന കാര്യത്തിലും ഡാൻസിനും എല്ലാത്തിനും ആൾ ഉഷാറാണ്.
ഇത് കർക്കിടക മാസത്തിൻ്റെ തലേന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ, ഒരു ചടങ്ങാണത്രേ. അപ്പോൾ ഏണിയും കോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തൊക്കെ കലിയനെ വിളിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ജ്യേഷ്ഠ ഭഗവതിനൊക്കെ പുറന്തള്ളിയിട്ട് കലിയ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ്, ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നൊരു ചടങ്ങാണത്രേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ.